അബുദാബി മുസഫ ഷാബിയ 9, 10, 11, 12 ഏരിയകളിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കി തുടങ്ങിയോ? എന്ന് മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക? ഇങ്ങനൊരു കൺഫ്യൂഷൻ താമസക്കാർക്കിടയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അബുദാബി മൊബിലിറ്റി കഴിഞ്ഞ ദിവസം ഇതിലൊരു ക്ലാരിറ്റി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ മവാക്കിഫ് പാർക്കിംഗ് സംവിധാനം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി അതിന്റെ ഫസ്റ്റ് ഫേസ് ഡിസംബർ 15-ാം തീയതി തിങ്കളാഴ്ച തൊട്ട് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിലവിൽ ഷാബിയയിൽ നടക്കുന്ന ഒരു പ്രാക്ടീസാണ് റോഡിന്റെ ഇരുവശങ്ങളിലുള്ള അലോഡ് പാർക്കിംഗ് സ്ലോട്ടുകൾ കൂടാതെ റോഡിന്റെ നടുവശത്ത് വാഹനം പാർക്ക് ചെയ്യുന്നത്. രാവിലെയും രാത്രിയും ഒക്കെ ഇങ്ങനെ ആളുകൾ ചെയ്യാറുണ്ട്. ഇതിന് നടപടി എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ഇത് ചില ആളുകൾക്ക് ഭാഗ്യം പോലെ ഫൈൻ കിട്ടുന്ന ഒരു കാര്യമാണെങ്കിലും അത്ര കർശനമായി നോക്കിയിരുന്നില്ല. അപ്പോൾ ഡിസംബർ 15 തൊട്ട് ഇങ്ങനെ മിഡിലിൽ പാർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും ഫൈൻ കിട്ടും എന്നാണ് ഇപ്പം നൽകിയിട്ടുള്ള അറിയിപ്പ്. അപ്പോഴും ആളുകൾ ചോദിക്കുന്ന കാര്യം പിന്നെ എവിടെ കൊണ്ടുപോയി വാഹനം പാർക്ക് ചെയ്യുന്നതാണ്. കാരണം ഷാബി ഏരിയയിൽ താമസിക്കുന്ന ആളുകളുടെ വാഹനങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടല്ല അലൗഡ് ആയിട്ടുള്ള പാർക്കിംഗ് സ്ലോട്ടുകളുടെ എണ്ണം. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും ഇങ്ങനെ മിഡിലിൽ പാർക്ക് ചെയ്യാൻ നിർബന്ധിതരാകുന്നത്. കച്ചാ പാർക്കിങ്ങും അതുപോലെ തന്നെ. ഒരുപാട് ആളുകൾ ഓഫീസിൽ നിന്നൊക്കെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് സ്ലോട്ട് കാത്ത് 45 മിനിറ്റോളം റൗണ്ട് അടിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്ത് വാഹനം പാർക്ക് ചെയ്ത് താമസിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു വരേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഈ 4 സെക്ടറുകളിലും മൾട്ടി സ്റ്റോറി പാർക്കിംഗ് ബിൽഡിങ്ങുകളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് നൽകി തുടങ്ങിയിട്ടുമില്ല. അപ്പോൾ ഇത് എന്ന് മുതൽ അവൈലബിൾ ആയിരിക്കും, പാർക്കിംഗ് ഫീസ് എന്ന് തൊട്ടാണ് ഈടാക്കുക എന്നൊക്കെയുള്ള പൊതുജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് അബുദാബി മൊബിലിറ്റി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ മറുപടി നൽകുന്നുണ്ട്. ഡിസംബർ 15-ാം തീയതി ഈ പാർക്കിംഗ് സംവിധാനത്തിന്റെ ഫസ്റ്റ് ഫേസ് ആണ് ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ തൽക്കാലം മിഡിലിൽ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഈ സംവിധാനം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ്. അതുപോലെ പാർക്കിംഗ് ബിൽഡിങ്ങുകളിൽ സ്ലോട്ടുകൾ നൽകി തുടങ്ങുന്നതും പാർക്കിംഗ് ഫീസ് ഈടാക്കി തുടങ്ങുന്നതുമായ അപ്ഡേറ്റുകൾ ഒഫീഷ്യലി തന്നെ അവർ അറിയിക്കുമെന്നും പ്രത്യേകം കൂട്ടിച്ചേർത്തിരിക്കുന്നു. അപ്പോൾ നിലവിൽ ഷാബിയിൽ താമസിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസംബർ 15-ാം തീയതി തിങ്കളാഴ്ച തൊട്ട് റോഡിന്റെ മിഡിലിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് എന്തായാലും ഒന്ന് ഒഴിവാക്കുക. ആ ഏരിയയിലെ റെസിഡൻസ് നേരിടുന്ന ഈ ഒരു വലിയ പ്രശ്നത്തിന് അബുദാബി മൊബിലിറ്റി അനുകൂലമായ എന്തെങ്കിലും നടപടികൾ ഉടനെ തന്നെ എടുക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.